രാധേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. സർവ്വതിന്റെയും ഒരേയൊരു ഈശ്വരൻ, അത് കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, രാധാകൃഷ്ണൻ മാത്രമാണ്. ഓരോ ജീവന്റെയും യഥാർത്ഥ മാതാവ്, പിതാവ്, ഗുരു, ഈശ്വരൻ, പ്രാണൻ, പ്രാണനാഥൻ, ഹൃദയേശ്വരൻ, രക്ഷിതാവ്, ശിക്ഷിതാവ്, യാതൊന്ന് സർവതും സർവസ്വവും ആ കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, രാധാകൃഷ്ണൻ മാത്രമാണ്. എന്തിനും ഏതിനും ആ കൃഷ്ണനെ തന്നെ അനന്യ ശരണം പ്രാപിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ നിത്യശരണാഗതി അടഞ്ഞ് ആ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി ഓരോ നിമിഷവും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. എന്തും ഏതും ചെയ്യാൻ തക്ക കഴിവും സ്വാതന്ത്ര്യവുമുള്ള ഒരേയൊരു ഈശ്വരൻ, അത് കൃഷ്ണൻ, ഭഗവാൻ, രാധാകൃഷ്ണൻ, പൊന്നുഗുരുവായൂരപ്പൻ മാത്രമാണ്. സർവ ചരാചരങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാനിൽ നിന്ന് മാത്രം ഉത്ഭവിച്ചതാണ്. പാർവതി പരമേശ്വരന്മാരും ബാക്കി സർവ ദേവീദേവന്മാരും സർവ ജീവാത്മാക്കളും ആ ഭഗവാനിൽ നിന്ന് വന്നതാണ്. എല്ലാറ്റിന്റെയും നിയന്ത്രണം ഭഗവാനിൽ മാത്രമാണ്. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരു സൂക്ഷ്മജീവി പോലും ചലിക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ നിശ്ചയിക്കാത്ത ഒന്നും തന്നെ സംഭവിക്കില്ല. വിധിയും വിധാതാവും ആ ഭഗവാൻ മാത്രമാണ്. ഒന്നിനെയും നിന്ദിക്കാതെ സർവ്വതിന്റെയും അകത്തും പുറത്തും വസിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി സർവ ജീവാത്മാക്കളും കൃഷ്ണൻ നിന്ന് ഉത്ഭവിച്ചതാണെന്നും ഭഗവാന്റെ അംശം മാത്രമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിനെയും നിന്ദിക്കാതെ വന്ദിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ തന്നെ അനന്യ ശരണം പ്രാപിച്ച് ഈ ജന്മം നമ്മള് ധന്യമാക്കി തീർക്കണം. പാർവതി പരമേശ്വരന്മാര്, സൂര്യചന്ദ്രന്മാര്, അനന്തകോടി ദേവീദേവന്മാര് സർവ്വതും ഭഗവാന്റെ ഇച്ഛയാൽ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സർവ്വതിനും ഒരേയൊരു ഈശ്വരനും പ്രാണനാഥനുമായ കൃഷ്ണനെ അനന്യ ശരണം പ്രാപിച്ച് ആ ഭഗവാനെ തന്നെ ശരണാഗതി പ്രാപിക്കണം. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തില്, ആ ഹൃദയപത്മത്തില് ആ രാധാകൃഷ്ണനെ, പൊന്നുഗുരുവായൂരപ്പനെ, കൃഷ്ണനെ പ്രതിഷ്ഠിച്ച് ആ ഭഗവാന്റെ ആ പുണ്യസ്വരൂപത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഓരോ നിമിഷവും ഭഗവാന്റെ തിരുനാമത്തെ ജപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഓരോ ജീവനും അതിന്റെ പ്രാരാബ്ധ കർമ്മങ്ങൾക്കനുസരിച്ച്, പൂർവജന്മാർജിതമായ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ജീവനും ഇവിടെ വന്ന് ജനിക്കുകയാണ്. ഓരോ ജീവനും അതിന്റെ കർമ്മമാണ് അനുഭവിക്കുന്നത്. എന്നാൽ എല്ലാ വിധിയെയും മാറ്റാൻ ആ ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിധിയും വിധാതാവും അദ്ദേഹം മാത്രമാണ്. എന്തെല്ലാം സങ്കടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളോ കഷ്ടപ്പാടുകളോ എന്ത് തന്നെയായാലും എല്ലാം ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മുറുക്കെ പിടിക്കുക. ഭഗവത് കൃപയാൽ സാധിക്കാത്തത് ഒന്നും തന്നെയില്ല. ഭഗവാൻ പ്രസാദിച്ചാൽ ഈ നിമിഷം തന്നെ സർവ ജന്മസംസാര സാഗരവും ഇല്ലാതാവുന്നതാണ്. എല്ലാ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടും എല്ലാ ദുരിതങ്ങളും നിശേഷം ഇല്ലാതായി തീരുന്നതാണ്. തെറ്റും കുറ്റും കുറവുകളും പോരായ്മകളുമില്ലാത്ത ജീവാത്മാക്കൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും എന്തെല്ലാം പാപ അപരാധങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അതിനെല്ലാം തന്നെ പരിഹാരം സർവ്വതിനും ഒരേ ഒരു നാഥനാകുന്ന കൃഷ്ണനിൽ ശരണാഗതി പ്രാപിച്ച് ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ആ ഭഗവാന്റെ തിരുനാമത്തെ വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പുണ്യസ്വരൂപത്തെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ട്
ആ ഭഗവാനിൽ പശ്ചാത്തപിക്കുക. എന്തിനും പരിഹാരം ഭഗവാന്റെ അടുത്തുള്ള ആ പ്രായച്ചിത്തം, ഭഗവാനിലുള്ള പശ്ചാത്താപമാണ് എല്ലാറ്റിനുമുള്ള പരിഹാരം, പ്രായച്ചിത്തം. ഭഗവാൻ കൃഷ്ണൻ പ്രസാദിച്ചാൽ ഒരു ജീവാത്മാവിന് സാധിക്കാത്തത് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് സർവ്വതും തരുന്ന ചിന്താമണിയാണ് ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെയുള്ള ആ കൃഷ്ണനെ, രാധാകൃഷ്ണനെ, പൊന്നു ഗുരുവായൂരപ്പനെ ഈ നിമിഷം മുതൽ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോവുക. എല്ലാറ്റിനും ഈ നിമിഷം തന്നെ ഭഗവാൻ പരിഹാരമുണ്ടാക്കി തരും. ഭഗവാനിൽ അടിയുറച്ച ശ്രദ്ധാവിശ്വാസ ഭക്തിയോടെ ആ ഗുരുവായൂരപ്പനെ, രാധാകൃഷ്ണനെ, ആ കൃഷ്ണനെ, ആ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് മുറുക്കെ പിടിച്ച് ശരണാഗതി പ്രാപിക്കുക. ഈ ക്ഷണം തന്നെ നമ്മളെ ഭഗവാൻ രക്ഷിക്കും. ഹരേ കൃഷ്ണ. അവിടുന്നു മാത്രമേ ശരണാഗതിയുള്ളൂ. ശ്രീ ഗുരുവായൂർ പുരനാഥ, അടിയന്റെ ജീവിതം അവിടുത്തെ കാരുണ്യം പരമദയാലോ ശ്രീകൃഷ്ണ. അങ്ങനെയുള്ള ആ പരമദയാലുവും കാരുണ്യമൂർത്തിയും സച്ചിദാനന്ദ സ്വരൂപനും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനും എല്ലാറ്റിന്റെയും ഒരേ ഒരു മാതാവും പിതാവും ഗുരുവും ഈശ്വരനും പ്രാണനും രക്ഷിതാവും ശിക്ഷിതാവും യാതൊന്ന് സർവ്വതും സർവസ്വവുമാകുന്ന നമ്മുടെ രാധാകൃഷ്ണനെ, പൊന്നുഗുരുവായൂരപ്പനെ, കൃഷ്ണനെ ഈ നിമിഷം മുതൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആ കാരുണ്യമൂർത്തിയെ അനന്യ ശരണം പ്രാപിച്ച് ഈ ജന്മം ഭഗവാനിൽ സാക്ഷാത്കരിക്കുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണം.